പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന 7ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വചനം അനുസരിച്ചില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും എന്നുള്ള വിഷയമാണ് ചിന്തിക്കുന്നത്. അതിനാധാരമായി യോഹന്നാന്റെ വിശേഷം 12ാം അധ്യായം അതിൻ്റെ 48ാം വാക്യം ഞാൻ വായിക്കുന്നു. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ ഈ വചനത്തിന് ന്യായം വിധിക്കുവാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ വചനം തള്ളിക്കളഞ്ഞാൽ അവന് ന്യായവിധി ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വചനം ഇതുവരെയും കേൾക്കാത്ത ആ വ്യക്തികളെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? അവർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ല, അവർ സുവിശേഷം കേട്ടിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ന്യായവിധി? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് നമുക്ക് ബൈബിളിൽ തന്നെ തെളിവെടുക്കണമല്ലോ. അപ്പൊ യഹൂദനോടുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയുണ്ട്. ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പുള്ള ജാതികളെ ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതേപോലെ വചനം കിട്ടിയ നമ്മളെ ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. റോമാലേഖനം 2ാം അധ്യായം അതിൻ്റെ 16ാം വാക്യം വായിക്കുന്നു. അവിടെ പറഞ്ഞിങ്ങനെയാണ്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ സുവിശേഷം കേട്ട് അനുസരിച്ചവരെ ഈ സുവിശേഷ പ്രകാരം അല്ലെങ്കിൽ ഈ വചനപ്രകാരം ന്യായം വിധിക്കും. അപ്പോൾ ദൈവമക്കളെ ഈ വചനം വെച്ചാണ് ന്യായം വിധിക്കുന്നത്. എന്നിട്ട് അതിന്റെ 14ാം വാക്യം പറഞ്ഞു. 14 പോലെ ഞാൻ വായിക്കുന്നു. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അതായത് യഹൂദനെ കുറിച്ചല്ല, ന്യായപ്രമാണമില്ലാത്ത ജാതികളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണമില്ലാത്ത ജാതികളെ അവരുടെ മനസാക്ഷി വെച്ചുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ വയനാട്ടിലൊക്കെ പോയാൽ, ഞാൻ വയനാട്ടിൽ 1.5 വർഷം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, 17 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ പല കോളനികളും ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥമായി യേശു ആരാണെന്ന് പോലും അറിയില്ല. അതായത് കിലോമീറ്റർ ഉള്ളിലാണ് ഇവരുടെ കോളനികളൊക്കെ. ഒരു അത്യാവശ്യ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. അപ്പോൾ അവർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ല. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ യേശുവിനെ അറിയാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? യേശു ആരാണെന്ന് പോലും അവർ കേട്ടിട്ടില്ല. പക്ഷെ അവരെ ന്യായം വിധിക്കുന്നത് അവരുടെ മനസ്സാക്ഷി വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, അവർക്ക് യേശുവിനെ ആരാണെന്ന് അറിയില്ലെങ്കിലും അവരുടെ ഊരുകളിലും ഗ്രാമങ്ങളിലും ഒരു ഊരുമൂപ്പനുണ്ടാകും, ഗ്രാമത്തലവനുണ്ടാകും. അവർ മോഷ്ടിക്കുകയോ വ്യഭിചാരം ചെയ്യുകയോ ചെയ്താൽ അവർക്ക് ചിലപ്പോൾ ഈ അടിയൊക്കെ അവർ ശിക്ഷയായിട്ട് കൊടുക്കും. 100 അടിയോ 10 അടിയോ ഒക്കെ ശിക്ഷയായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം, യേശുവിനെ അറിയില്ലെങ്കിലും അവർ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിലും യഹൂദന്റെ പ്രമാണം അറിയുന്നില്ലെങ്കിലും അവരുടെ മനസ്സാക്ഷിയിൽ ഒരു പ്രമാണമുണ്ട്, തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കണമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത ജാതികളെ, യഹൂദനല്ലാത്ത ജാതികളെ അവരുടെ മനസ്സാക്ഷി വെച്ചുകൊണ്ട് ന്യായം വിധിക്കും. ഇനി പ്രമാണം കിട്ടിയ, ന്യായപ്രമാണം കിട്ടിയ യഹൂദനെ അവന്റെ ന്യായപ്രമാണം വെച്ച് ന്യായം വിധിക്കും. അപ്പൊ 3 വിധ ന്യായവിധി കണ്ടു. യഹൂദനെ അവന്റെ പ്രമാണം വെച്ച്, ന്യായപ്രമാണം വെച്ച്, പഴയമം വെച്ച് ന്യായം വിധിക്കുന്നു. വചനം അറിഞ്ഞ് നമ്മൾ ഈ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നു. രക്ഷിക്കപ്പെട്ട് നമ്മൾ വചനം വെച്ച് ന്യായം വിധിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ജാതികളെ, വചനം അറിയാത്ത ജാതികളെ അവരുടെ മനസ്സാക്ഷി വെച്ചാണ് ന്യായം വിധിക്കുന്നത്. അത് ഞാൻ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ദൈവസഭയ്ക്കുള്ള ന്യായവിധിയെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5ാം അധ്യായം 10ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ന്യായവിധി എന്നത് ഇവിടെ ന്യായമായ വിധിയാണ്, ശിക്ഷാവിധിയല്ല. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8ാം അധ്യായം 1ാം വാക്യം പറയുന്നു. പക്ഷെ ഇത് ന്യായമായ പ്രതിഫലങ്ങൾ തരുന്ന ഒരു ബീമാ സീറ്റാണ് 2 കൊരിന്ത്യർ ലേഖനം 5ന്റെ 10 പറയുന്നത്. അത് സ്വർഗത്തിൽ എത്തുമ്പോൾ അവിടെയാണ് ഈ ബീമാ സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബീമാ സീറ്റില് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 11 മുതലുള്ള കാര്യങ്ങളാണ് അവിടെ നീ നടക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പണി തുടങ്ങേണ്ടത്. അത് നീ പറഞ്ഞു വരുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും, അതായത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം യേശുക്രിസ്തു ആണ്. അപ്പൊ ആ അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് 6 വിധ പണികൾ ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞത്. അതാ പറഞ്ഞ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും 1 പൊന്ന്, 2 വെള്ളി, 3 വിലയേറിയ കല്ല്, 4 മരം, 5 പുല്ല്, 6 വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ പണികൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ 6 വിധ പണി, അതായത് അപ്പോസ്തലനായ പൗലോസൊക്കെ ഈ പൊന്നുകൊണ്ടുള്ള പണിയായിരിക്കും. അതുകൊണ്ട് എത്ര തീയിട്ടാലും പൊന്നെന്ത് ചെയ്യുള്ളൂ? ശുദ്ധീകരണം പ്രാപിച്ച് നല്ല പ്യുവർ ആയിട്ട് വരികയുള്ളൂ, പൊന്നും വെള്ളിയൊക്കെ. പക്ഷേ വിലയേറിയ കല്ലാണെങ്കിലും ആ ഒരു തീയിലിട്ട് 2-3 ദിവസമൊക്കെ എന്താണ് ശക്തമായി തീ കൊടുത്താൽ എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കും. ഇനി മരമാണെങ്കിൽ 2-3 മണിക്കൂർ കത്തിച്ചാൽ എന്ത് ചെയ്യും? നല്ല തീ കൊടുത്താൽ അതും കത്തിപ്പോവും. പിന്നെ പുല്ലും വൈക്കോലിന്റെ കാര്യം പറയണ്ടല്ലോ, തീ കൊടുത്താൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? അത് പൂർണ്ണമായി എന്ത് ചെയ്യും? കത്തി നശിച്ച് ചാരമാകും. അപ്പൊ നമ്മുടെ പണി പൊന്നുകൊണ്ടുള്ളതാണോ, വെള്ളി കൊണ്ടുള്ളതാണോ, വിലയേറിയ കല്ല് കൊണ്ടുള്ളതാണോ, മരം കൊണ്ടുള്ളതാണോ, പുല്ല് കൊണ്ടുള്ളതാണോ, വൈക്കോൽ കൊണ്ടുള്ളതാണോ എന്നിവ കൊണ്ട് ഏതിനെ കൊണ്ടുള്ള പണിയാണെന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ കർത്താവിന്റെ വേലയ്ക്കൊക്കെ ചെയ്യുന്നത് അത് യഥാർത്ഥമായിട്ട് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തി ചെല്ലുന്നുണ്ടോ എന്ന് വരെ നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് പലരും പറഞ്ഞത് അങ്ങനെയാ. ഇപ്പൊ വടക്കേന്ത്യയിലൊക്കെ പല ദൈവാസന്മാരും നേതൃത്വങ്ങളുടെ കയ്യിലേക്കാണ് കാശ് ചെല്ലുന്നത്. പ്രവർത്തിക്കുന്ന ദൈവാസന്മാരിലേക്ക് ഇത് എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെയും കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പറഞ്ഞ കാര്യതാ. പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞ് കാശ് കൊടുക്കും, പക്ഷെ ഈ പ്രവർത്തിക്കുന്ന ദൈവാസന്മാരുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഈ കാശുകൾ എത്തുന്നില്ല. പല സെൻട്രൽ പാസ്റ്റർമാരും ഈ സുവിശേഷ വേലയുടെ പേരും പറഞ്ഞ് വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ട് പലരും പറഞ്ഞെന്നറിയാമോ? അവരവരുടെ വീടുകൾ വലിയ വലിയ 2 നില മാളികൾ വെക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുക? വലിയ വലിയ വാഹനങ്ങൾ മേടിക്കുന്നു. അങ്ങനെ പലർക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലരും കൊടുത്ത, അല്ലെങ്കിൽ ആ വെയിലും ചൂടും അനുഭവിച്ച് വിദേശങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ദൈവമക്കൾ കൊടുക്കുന്നത്. എനിക്കറിയാം, ഞാൻ 11 വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്ന ആളാ. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന അവര് പോലും വീട് വെക്കാതെ ആയിരിക്കും സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? വലിയ വലിയ മാളിക മുറികൾ ഉണ്ടാക്കി അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കാശ് കറക്റ്റ് സുവിശേഷ വേലയ്ക്ക് തന്നെയാണോ എത്തുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിച്ചും അവരെ കണ്ടുപിടിച്ചും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തും അങ്ങനെ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ നമുക്ക് അത്ര അറിയുന്നവരായിരിക്കണം, അവരത് ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിപ്പോ ഞാനും പോയിരുന്നു. അപ്പൊ നമ്മൾ ഈ സുവിശേഷ വേലയുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യത്തിൽ പോകുന്നത്. ഞാനൊരു വീട് വെച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ 11 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നതാ. വേണമെങ്കിൽ ഒരു 10-30-35 ലക്ഷം രൂപയുടെ വീടൊക്കെ എനിക്ക് വെക്കായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വെക്കാതെ എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് ഇന്നും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ചർച്ചും വാടകയ്ക്കാണ്, എൻ്റെ വീടും വാടകയ്ക്കാണ്, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം കർത്താവിന്റെ വേലയ്ക്ക്, എൻ്റെ ജീവൻ വരെ കർത്താവിന്റെ വേലയ്ക്കാണ് സമർപ്പിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ 4 കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാണ് കണ്ണാറ. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എൻ്റെ തറവാട് ഇവിടെ ചാലാമടത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത്? അല്ലെങ്കിൽ അതൊക്കെ ഭണ്ണാരത്തിലിട്ട പോലെ ആയിപ്പോവും. യഥാർത്ഥമായ കർത്താവിന്റെ വേലയ്ക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് ആത്മാക്കളെ നേടിയാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ നിക്ഷേപം, കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് 19 മുതലുള്ള വാക്യങ്ങളില്, പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കണം. ഇതൊക്കെ നമ്മൾ അനുസരിക്കാനുള്ള കൽപ്പനകളാ. പക്ഷെ ഇതൊന്നും ദൈവാസന്മാര് പ്രസംഗിക്കില്ല. കാരണം അങ്ങനെ പ്രസംഗിച്ചാൽ അവരുണ്ടാക്കി കൂട്ടിയതൊക്കെ നീ ചോദ്യം ചെയ്യും വിശ്വാസികള്. മടിയിൽ കനമുള്ളവനാ പേടിക്കേണ്ടേ ഉള്ളൂ. നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മളൊക്കെ തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കാം. നമ്മളൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അക്കൗണ്ടിൽ ഞാൻ കാശിട്ട് വെച്ചിട്ടില്ല. വിശ്വാസത്താലുള്ള ജീവിതമാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തുറന്നു പറയുവാനും പഠിപ്പിക്കുവാനും എനിക്ക് പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഭയങ്കരമായ കൊട്ടാരം കണക്കുള്ള വീടുകളൊക്കെ വെച്ച് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ പണി എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന പണിക്കാണ് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. എന്നിട്ട് പറയാണ്, അവൻ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. കണ്ടോ? അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ എന്താണ് ചെയ്തത്? സുവിശേഷം അറിയിച്ചോ? ആത്മാക്കളെ നേടിയോ? കണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പ്രാവശ്യം സൗദി പോയപ്പോ ഞാനോട് പറഞ്ഞൊരു കാര്യം ഇതാ, നിങ്ങൾക്ക് അവിടെ സുവിശേഷം അറിയിക്കാനുള്ള സാഹചര്യമില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സുവിശേഷം അറിയിക്കുന്നവർക്ക് ഒരു വീതം എടുത്തു മാറ്റി വെച്ച് സാമ്പത്തികം അയച്ചു കൊടുക്കണം. അപ്പോൾ അവര് പ്രവർത്തിച്ച് ആത്മാക്കളെ നേടിയാൽ അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇപ്പൊ എന്താ കിട്ടാൻ പോകുന്നത്? നമ്മൾ പലയിടത്തും പോയി ജോലി ചെയ്ത് കുറെ വലിയ വീടുണ്ടാക്കി, കുറെ ഭക്ഷണം കഴിച്ചു, കുറെ വാഹനം ഉണ്ടാക്കി, ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി തന്നെ ജീവിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്ത് പ്രതിഫലം കിട്ടുന്നേ പറയുന്നേ? എന്റെ ഒറ്റ ആഗ്രഹം സ്വർഗത്തിൽ എത്തുക മാത്രമല്ല, അവിടെ നല്ല പ്രതിഫലം പ്രാപിച്ച്, കിരീടങ്ങൾ പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നല്ല നിലയിൽ തേജസ്സുള്ളവരായിട്ട് നിൽക്കണം. പ്രതിഫലം എങ്ങനെ കിട്ടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 1000 ആണ്ട് വാഴ്ചയിലും ഭരണം നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾക്ക് ന്യായവിധി എന്നൊരു വിഷയം എന്ത് ചെയ്യും? നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കാം. ഈ ഒരു കുറച്ച് വിഷയങ്ങൾ കഴിയാനുണ്ട്, അത് കഴിഞ്ഞെടുക്കാം. അപ്പൊ അവിടെ എന്തിനൊക്കെ ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ പഠിക്കും. അതായത് നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ വിശ്വാസത്തിൽ വളർത്തിയോ, അവരെ ദൈവകൃപയിൽ വളർത്തിയോ, അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കുകയോ, ഇതിനൊക്കെ നമുക്ക് ന്യായവിധിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിയില്ലെങ്കിൽ അതിന് ന്യായവിധിയുണ്ട്. നമുക്ക് ലഭിച്ച സമ്പത്ത് ഈ ലോകത്തിന് വേണ്ടിയാണോ ഭൂരിഭാഗം ചെലവാക്കിയത്, അതോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവഴിച്ചോ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചോ? അതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ലഭിച്ച വാഹനം അത് കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ലഭിച്ച ഭവനം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് കിട്ടിയ സമയം നമ്മൾ എത്രത്തോളം സമയം കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്കറിയാവുന്ന ഭാഷകൾ, നമുക്ക് 5 ഭാഷ അറിയുന്നെങ്കിൽ ഈ 5 ഭാഷയിൽ നമുക്ക് എന്തിനു സുവിശേഷം അറിയിക്കണം, അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ തുറയിലും ഒരു ദൈവമക്കൾ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് കൊടുക്കേണ്ടി വരും. അവർ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് റോമാലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് ഈ വചനമൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ നിസാരന്മാരായി, അലസന്മാരായി, അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ദൈവിക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയവരായി. അല്ലെ, ഇന്ന് ദൈവമക്കളുടെ കാശുണ്ടെങ്കിൽ എന്നേ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെട്ടനെ. ഇതൊക്കെ തങ്ങൾക്ക് വേണ്ടി കൂട്ടിവെച്ചുകൊണ്ടിരിക്കുകയല്ലേ, തങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം നമ്മൾ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അടുത്തത് കേട്ടോളൂ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അതായത് ഒരുത്തൻ വിശുദ്ധ ജീവിതം നയിച്ചു, പക്ഷേ അധിക കാര്യങ്ങളൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാതെ അവൻ സ്വർഗത്തിൽ എത്തിയെന്ന് ഇരിക്കുക. അങ്ങനെ ഇവന്റെ ഈ പണികളൊക്കെ കൂടി എന്ത് ചെയ്യും? തീയിലേക്ക് എടുത്തിടും. മിക്കവാറും പുല്ലുകൊണ്ടും വൈക്കോൽ കൊണ്ടും പണിത പണികളാണ്. അതുകൊണ്ട് നീ അത് കത്തിപ്പോവും. അങ്ങനെ കത്തിപ്പോയാൽ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, നഷ്ടം വരും. താനോ രക്ഷിക്കപ്പെടും. കാരണം സ്വർഗത്തിൽ എത്തിയായതുകൊണ്ട് ഈ നരകത്തിൽ തള്ളാൻ കഴിയില്ല. പക്ഷെ എന്താണ്? താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. സ്വർഗത്തിൽ നമ്മൾ എത്തിയെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രതിഫലമില്ലാതെ അവിടെ നിന്നാൽ ഭയങ്കരമായ നാണക്കേടാണ്. അല്ലേ? പൗലോസൊക്കെ 7 സൂര്യനെ പോലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ കരിക്കേട്ട പോലെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം, അല്ലെ, ചിത്രത്തൈലുള്ള അനേകം ചിത്രത്തൈലുള്ള വസ്ത്രത്തോടു കൂടെ പൗലോസും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച, കർത്താവിന് വേണ്ടി കൊടുത്ത, കർത്താവിന് വേണ്ടി ചെയ്ത, കഷ്ടത സഹിച്ച, പ്രവർത്തിച്ച, ആത്മാക്കളെ നേടിയ അനേകം വിശുദ്ധന്മാർ ചിത്രത്തൈലുള്ള നല്ല ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുമ്പോൾ വെറും ഒരു വെള്ളത്തുണി മാത്രം എടുത്തു എന്നുള്ള മാനക്കേട് ഭയങ്കരമാണത്. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കോടാനുകോടി വർഷം ഈ മാനക്കേട് അനുഭവിക്കേണ്ടി വരും. ഇനി പ്രതിഫലമില്ലാതെയാണ് നമ്മൾ സ്വർഗത്തിൽ നിൽക്കുന്നതെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണത്തില്, ഇപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞാൽ, വലിയ പ്രതിഫലമൊക്കെ പ്രാപിച്ചൊരു പൗലോസൊക്കെ മന്ത്രിയായിട്ടോ പ്രസിഡന്റായിട്ടോ DGP IGP ആയിട്ട് വാഴുമ്പോൾ ഓഫീസ് ബോയ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നിൽക്കേണ്ടി വരും 1000 ആണ്ട് വാഴ്ചയിലെ ഭരണത്തിൽ. നമുക്കത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ അത്രയധികം മാനക്കേടാണ് സംഭവിക്കാൻ പോകുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അവരുടെ നീതി പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു. കണ്ടോ? ഈ വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം
19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം പറഞ്ഞെങ്ങനെയാണ്? നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. കണ്ടോ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അതെന്താണ്? ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണെന്ന്. അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നീതി പ്രവർത്തികൾ ചെയ്താലാണ് വിശേഷ വസ്ത്രം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്ന് വചനം കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനപ്രകാരം അനുസരിച്ച്, വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ ന്യായവിധിയിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.